ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ കൂട്ടുകാർക്കായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ചെറുതായിട്ട് ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കണം. കുറച്ച് പേർക്ക് അയച്ചു കൊടുത്ത് കുറച്ച് റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിന് ഓർഡർ കിട്ടാൻ വെച്ചാൽ കുറച്ച് തുടങ്ങുന്ന ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ പറയാറുണ്ടെങ്കിൽ വാങ്ങിക്കാറുണ്ട്, പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ആളുകളാണ്. അപ്പം റോ മെറ്റീരിയൽ മാത്രമല്ല, അവർക്ക് പാക്കിംഗ് ഐറ്റംസ് ആണ് വേണ്ടത്. അതായത് നമ്മൾ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ 2, 3, 4 ജാറൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു അക്രിലിക് ജാറിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വിൽക്കുമ്പോൾ നമുക്ക് പറ്റില്ല. ആ പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ വാങ്ങിക്കില്ല. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് എടുക്കേണ്ട ഒരു ചാൻസ് ആണ്. എന്നാൽ തുടക്കക്കാർക്ക് ഇത് ബൾക്കായിട്ട് എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എന്താ വെച്ചാൽ ഒരു മോഡല് ഒരു മെഷർമെൻറ്റ് തന്നെ നമ്മൾ 100-150 എടുക്കേണ്ടി വരും. അപ്പോൾ അവർക്കത് പറ്റില്ല. അവരത് പരീക്ഷിച്ച് നോക്കാനായിട്ടാണ് ഒരാഗ്രഹം കൊണ്ട്. അപ്പോൾ അവർക്കത് പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് സുവർണ്ണ അവസരമാണിത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ പേഴ്സണലായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടതുകൊണ്ട് കുറേ പേര് വാങ്ങിക്കുന്നുണ്ട്, ക്ലാസ് കൂടുന്ന കുട്ടികൾ വാങ്ങിക്കുന്നുണ്ട്. എന്നാലും കുറേ പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ എല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. അതൊന്ന് കാണിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും നമുക്ക് എത്ര പീസ് വേണമെങ്കിൽ തൊട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് കാണിക്കാം കേട്ടോ. ഞാൻ താഴ്ത്ത് അതിനൊപ്പം വന്നിരിക്കാൻ ലൈറ്റിൻ്റെ പ്രോബ്ലം ആയിപ്പോയി. അപ്പം അതാണ്. അപ്പോൾ ഇവിടെ കുറേ ബോട്ടിൽസ് ഉണ്ട്. ഒക്കെ ഞാൻ ഇട്ട് കാണിക്കാൻ എനിക്ക് പറ്റില്ല, എങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണിക്കാം കുറച്ച് മോഡലുകൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബോട്ടിൽസ് ആണ് കേട്ടോ. നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം മറ്റേ എന്താ പറയുക, ഫേസ് നമ്മൾ ഹെർബൽ പൗഡേഴ്സ് വീട്ടിലുണ്ടാക്കുമല്ലോ, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഞാനൊരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാ ഫേസ് പാക്കിനും ഫേസ് വാഷിന് ലിപ് ബാമിനൊക്കെയുള്ള പ്രോഡക്ട്സുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് പേക്ക് ചെയ്യണ്ടേ, അപ്പോൾ അതിനായിട്ട് നമുക്ക് പലതരം ജാറുകൾ ആവശ്യമാണ്. അപ്പം ഇതൊക്കെ വെച്ചാൽ ഫേസ് ജെല്ലും അതേപോലെ ഫേസ് പാക്ക് പൗഡർ അതൊക്കെ നിറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പല മോഡലുണ്ട്. ഇത് സ്ക്വയർ ടൈപ്പാണ് നമ്മുടെ കയ്യിൽ. നമ്മൾ റൗണ്ട് ഉണ്ട്, അതേപോലെ വൈറ്റ് ട്രാൻസ്പെറൻ്റ് അല്ലാതെ വൈറ്റ് കളറുണ്ട്. അതായത് ഇതാ ഇങ്ങനെ ബോട്ടിലുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വലിയ ഇതുണ്ട് കണ്ടോ. അപ്പം ഇതെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് വ്യത്യാസമുണ്ട്, അതാണ്. ഇതിലിപ്പോൾ 100 ഗ്രാം, മറ്റേത് 50. അതേപോലെ ഇതൊക്കെ വരുന്നത് നമ്മുടെ ബോട്ടിൽസ് 100 ml ആണ്. അതായത് നമുക്ക് ഫേസ് വാഷ്, സ്കിൻ കെയർ ഓയിൽസ്, ഹെയർ ഓയിൽസ് എല്ലാം നിറയ്ക്കാൻ പറ്റും. ഫ്ലിപ്പ് ക്യാപ്പാണ് ഇത് വരുന്നത്. നിങ്ങൾക്കറിയാം, എന്താ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം കണ്ടോ. അങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ സ്പ്രേ ബോട്ടിലുകൾ, അതായത് നമുക്ക് ടോണർ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാൻ, മുഖത്തായിട്ട് സ്പ്രേ ചെയ്യാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ സ്പ്രേ ബോട്ടിൽ. ഇപ്പോൾ നമ്മുടെ ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ റോസ്മേരിയുടെ ഓയിലൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്, അതൊന്ന് പ്രസ് ചെയ്ത് സ്പ്രേ ചെയ്യാനായിട്ട്, നമുക്ക് താരൻ മാറാനും മുടി വളർച്ചയ്ക്കൊക്കെ ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിറയ്ക്കാൻ പറ്റും. അപ്പം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ പേര് ഡിഷ് വാഷ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ക്ലീനിങ് ഐറ്റംസ്, ഹോം കെയർ ഐറ്റംസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസുകളാട്ടെ. അപ്പോൾ ഒരു കസ്റ്റമറിന് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊക്കെ ഒരു കസ്റ്റമറിനാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാറില്ല വീഡിയോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മളിപ്പോൾ ഇതും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരുടെ ഒരു ആവശ്യം അനുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ മാത്രമാണ് കൊടുക്കാറ്, സ്കിൻ കെയറിനുള്ള പാക്കിംഗ് ഐറ്റംസാണ് കൊടുക്കാറ്. ഇപ്പോൾ ഇതിപ്പം ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, ഡിഷ് വാഷിനായിട്ടുള്ളത്. അപ്പോൾ ഡിഷ് വാഷ് മാത്രമല്ല, നമ്മുടെ ലിക്വിഡൊക്കെ ഇല്ലേ, നമ്മൾ ക്ലോത്തൊക്കെ ഡിറ്റർജൻറ്റ് അതിനൊക്കെ പറ്റും. അത് പല മോഡൽസ് ഉണ്ട്. നിങ്ങൾ ആവശ്യപ്പെടാന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ലിപ് ബാം കണ്ട. ഇതിപ്പോൾ 15 ഗ്രാമിൻ്റെ ആണ്, 5 ഗ്രാം തൊട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് ചെറുതുണ്ട്. എല്ലാം കൂടി എനിക്ക് ഇവിടെ നിന്ന് ഒരുക്കി വെക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ലിപ് ബാമിനുള്ള സ്റ്റിക്ക് ഉണ്ട് കണ്ടോ. ഞാൻ കൂട്ടിയിട്ടൊക്കെയാണ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാനായിട്ട്, ജസ്റ്റ് കുറച്ച് നമുക്ക് പറ്റുള്ളൂ. ഞാനും കൂടി ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് പെടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് തരാം. ക്യാപ്പുകളൊന്നും ഇട്ടിട്ടില്ല ഞാനിപ്പോൾ, ഓരോന്നിൻ്റെ ക്യാപ്പുകളൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം ഇതിൻ്റെ ക്യാപ്പൊക്കെ ഇടാണ്ടാണ് ഞാൻ കുപ്പികൾ വെച്ചേക്കണേ. നമ്മുടെ ലിക്വിഡിൻ്റെ കണ്ടോ, ഇത് ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഇടാണ്ടാണ് ചെരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇഷ്ടംപോലെ പോത് നമ്മുടെ ലിപ് ബാമൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഇങ്ങനെയാണ് തരിക. കാരണം കവറിൽ ഇതിപ്പോൾ നമ്മുടെ ഒരു ബോട്ടിൽ തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ ഒപ്പം നമുക്ക് ഇന്നർ സെപ്പറേറ്റ് വരും.
അതേപോലെ ക്യാപ്പ് അതൊക്കെ സെപ്പറേറ്റ് എന്നിട്ട് നിങ്ങൾ ഇടണം. എന്നിട്ടാണ് നമ്മുടെ എന്താ പറയുക ലിപ് ബാമിൻ്റെ ഇത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഫുട്ടിൽ അക്രിലിക്കാണ്, അപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല പാക്കിങ്ങിലാവും തരാം. അതേപോലെ അതിൻ്റെ ക്യാപ്പുകൾ ഞാൻ ഇങ്ങനെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. സെപ്പറേറ്റ് 5 ഗ്രാമിൻ്റെ കേട്ടോ, 5 ഗ്രാമിൻ്റെ ലിപ് ബാമിൻ്റെ ബോട്ടിലാണിത്. ഇത് നേരത്തെ ഞാൻ കാണിച്ചത് 15, ഇത് 15 ഗ്രാമിൻ്റെ കേട്ടോ. കണ്ട വ്യത്യാസം. അപ്പോൾ ചിലവർ തുടക്കക്കാർക്ക് കുറച്ച് മതി എന്ന് പറയും, 5 ഗ്രാമിൻ്റെ മതി എന്ന് പറയും. അപ്പോൾ ഞാനൊക്കെ നിൽക്കുന്നത് 15ൻ്റെയാണ് സെയിലിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് ഇത്ര വ്യത്യാസം കണ്ടോ ബോട്ടിലിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കെല്ലാം ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ അറിയിക്കുക, അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ആരും ഓരോരുത്തരായിട്ട് ചോദിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ, ഹെയർ കെയർ പ്രോഡക്ട്സിൻ്റെ എല്ലാ റോ മെറ്റീരിയലും പാക്കിംഗ് ഐറ്റംസും അവൈലബിൾ ആണ്. പോളിത്തീൻ കവറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഉണ്ട് നമുക്ക് പ്രോഡക്റ്റുകൾ. ഇത് മാത്രമല്ല കാണിക്കാത്തതും ഉണ്ട് കേട്ടോ, ഒരുപാട് കാണിക്കാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മോഡൽ ചോദിക്കുക. ബാബിൻ്റെ നമുക്കൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തരാം കേട്ടോ, ഇന്നറും ക്യാപ്പൊക്കെ. അപ്പോൾ നിങ്ങൾ ഇട്ടേക്കണേ. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി ഈ റോ മെറ്റീരിയലും ഉണ്ട്. അതിൽ ഉണ്ടാക്കാനുള്ള സോപ്പ് ബേസ്, ഫ്രാഗ്രൻസ്, കളറ്, ഓർഗാനിക് മാത്രം എല്ലാ സോപ്പ് ബേസ്, അതേപോലെ ലിപ് ബാം ബേസ്, ഫേസ് വാഷ് ബേസ്, ക്രീം ബേസ് എല്ലാം ഉണ്ട് നമ്മുടെ റോ മെറ്റീരിയൽ കാണിക്കാൻ പറ്റിയതിനൊപ്പം. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരാൾക്ക് പോകാനുള്ള ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിൽ ഒരു ബോട്ടിൽ തന്നെ 50 എണ്ണം ഇതൊക്കെ സെയിലുള്ള ഓർഡർ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അത്രയും എല്ലാം കാണിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ ഡിസ്പ്ലേ ഞാൻ ചെയ്യുന്ന പോലെ ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ ഹെർബൽ പൗഡേഴ്സൊക്കെ ഇതിനോടൊപ്പം തന്നെ റോ മെറ്റീരിയൽസ് ഒക്കെ പോകുന്നതാണ്. കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് റോ മെറ്റീരിയൽസ്, അതേപോലെ പൊടിക്കണത്, ഉണക്കണതൊക്കെ. എന്നാലും ഞാൻ വീഡിയോ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇട്ടേക്കാം. അപ്പം കണ്ടല്ലോ. ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഒരുപാട് പേര് ചോദിച്ചിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയണ്ടേ, അവർക്ക് നല്ലൊരു ചാൻസാണിത്. കാരണം അവർക്ക് ഇത് എത്ര ബോട്ടിൽ വേണം നമ്മളിന്ന് വാങ്ങിക്കാം. പക്ഷെ കൊറിയർ ചാർജ് നിങ്ങൾ ലാഭിക്കാൻ വേണ്ടി ഒരെണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഇപ്പോൾ ഒരു 1 kg വരെ ഇവിടെ നിന്നൊരു 40 ഉള്ളൂ, 40, 50 ആ റേഞ്ചിൽ പോവും. ചില സ്ഥലത്തേക്ക് മാത്രമാണ് റേറ്റ് അല്പം കൂടുക, എന്നാലും 70 നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു 5 എണ്ണം 10 എണ്ണമൊക്കെ ആയിട്ട് മേടിക്കാന്ന് വെച്ചാൽ അതിനൊരു ഇത് കിട്ടും. എന്തായാലും ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളൊരു 4-5 പ്രോഡക്റ്റ് ഐറ്റംസ് നമ്മൾ തുടങ്ങുമല്ലോ. അപ്പോൾ മേടിക്കുമ്പോൾ കൊറിയറായിട്ട് മേടിക്കുമ്പോൾ ഒരു 10 എണ്ണമെങ്കിലും മിനിമം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ഒന്നും കൂടി പ്രോഫിറ്റ് കിട്ടുക. അങ്ങനെ ശ്രമിക്കുക. നമ്മളിവിടെ എത്ര എണ്ണായാലും തരും, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. നമുക്ക് വേഗം അവസാനിപ്പിക്കാം. വേർത്തൊലിച്ച് ഫാഡിട്ടെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.